അങ്ങനെ പിന്നെ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് കേട്ടാ. അപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് സന്തോഷമായി. കാരണം ഒരു കൊഴുപ്പൊക്കെ വരും. പിന്നെ എൻ്റെ കുട്ടികൾക്കൊരു കാര്യമുണ്ട് കേട്ടോ, കറിയിൽ കഷ്ണങ്ങൾ കൂട്ടാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ എന്തെങ്കിലും പറയും, ഈ കഷ്ണങ്ങൾ നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു സത്തുകളൊക്കെ ആ കറിയിൽ ഇങ്ങനെ കലങ്ങി വരുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് വേവിക്കും. അങ്ങനെ പിന്നെ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് കടുകൊക്കെ താളിച്ച് പൊട്ടിച്ച് ഇതിൽ പച്ചക്കറിക്ക് വേണ്ടി കടുകൊക്കെ പൊട്ടിച്ചു. പിന്നെ പെട്ടെന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരെണ്ണം അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ അടുത്ത റെഡിയാക്കി വെച്ചിരിക്കും. അപ്പോൾ അതങ്ങോട്ട് അതിൻ്റെ തൊട്ട് പുറകിൽ ഇതങ്ങോട്ട് ഇറക്കുന്നുണ്ട്, അതങ്ങോട്ട് വെക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യൽ കേട്ടോ. പിന്നെ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ വീട്ടിലെ പണികളൊക്കെ കഴിയും, എല്ലാ പണികളും കഴിയും. എളുപ്പമാണ്, ഞാൻ എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കും കഴിയും കേട്ടോ. രാവിലെ എണീറ്റിട്ട് നമുക്കൊരു പ്ലാനിങ് വേണം, തലേന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു പ്ലാനിങ് വേണം, പിറ്റേന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ പ്ലാനിങ്ങോട് കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ഒന്ന് മാറി അങ്ങനെ റെഡിയാക്കും. പിന്നെന്താ, ഒരു ഒടിയൻ പയർ ഉണ്ടായിരുന്നു, കുറച്ച് ഒടിയൻ പയർ, അതും കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പച്ചക്കറി വെച്ചതിന് ശേഷം നമുക്ക് ആ ഒടിയൻ പയർ തോരൻ വെക്കണം. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കും, അത് പിന്നെ അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് പിന്നെ തോരനുള്ളതൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കൊരു കാര്യമുണ്ട് കേട്ടോ, എന്ത് കറി വെച്ചാലും എന്ത് വെച്ചാലും മക്കൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അവർ ടേസ്റ്റ് ചെയ്തിട്ട് അത് ഒന്ന് പറയണം. ഉപ്പ് ആരാണോ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് അത് കൊള്ളാമോ ഇല്ലയോ എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു തൃപ്തി ഉണ്ടാകുന്നത്. പിന്നെ ആ ചട്ടിയിൽ തന്നെ, ആ കടുക് തളിച്ച ചട്ടിയിൽ തന്നെ അങ്ങോട്ട് എണ്ണ ഒഴിച്ചിട്ട് പയർ അരിഞ്ഞു വെച്ചിരുന്നു. അതങ്ങോട്ട് തോരനും അടുപ്പത്ത്, കടുകിട്ട് പൊട്ടിച്ച് തോരനും അടുപ്പത്ത്, പയർ തോരനും അടുപ്പത്ത് അങ്ങ് വെച്ചു. അടുത്ത ദിവസം എന്ന് വെച്ചാൽ മാങ്ങ, മുരിങ്ങയ്ക്ക, പച്ചക്കറിയും പയർ തോരനും, പിന്നെ മീൻ പൊരിക്കാൻ പീസ് മീൻ ഉണ്ടായിരുന്നു. അപ്പം മീൻ പൊരിക്കാനുമാണ് മച്ച പറഞ്ഞത്. ഓരോ ദിവസവും എന്തെങ്കിലും ഫുഡൊക്കെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും ചോദിക്കും, എല്ലാവരുടെ അഭിപ്രായങ്ങളും, മക്കളുടെ അഭിപ്രായം, അച്ഛൻ്റെ അഭിപ്രായം ഒക്കെ ചോദിക്കും. എന്നിട്ട് അവർക്കൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഇന്നലെ തന്നെ ഞങ്ങൾ തീരുമാനിച്ച് വെച്ചതാണ്, പയർ തോരനും പച്ചക്കറിയും മീൻ പൊരിച്ചതും മതിയെന്ന് മച്ച പറഞ്ഞു. അപ്പോൾ ഓക്കെ, നേരത്തെയൊക്കെ ആണെങ്കിൽ മീൻ കറി വേണം, മീൻ പൊരിച്ചത് വേണം, പച്ചക്കറി വേണം, തോരൻ വേണം, അങ്ങനെയൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് സുഖമില്ലാഴുകയും പിന്നെ ഈ ജോലിക്കൊക്കെ പോയി തുടങ്ങിയതോടൊക്കെ കൂടി മച്ചാക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവർക്കും ഒരു തോരനും ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ ഇപ്പം നല്ല മനസ്സാണ് കേട്ടോ. അപ്പം അങ്ങനെ തോരനായി, പച്ചക്കറിയായി, പിന്നെ ചോറ് രാവിലെ ആയി. പിന്നെ മീൻ പൊരിക്കുന്നത് ചോറുണ്ണാൻ സമയമാകുമ്പോഴാണ് കേട്ടോ മീൻ പൊരിക്കുന്നത്, എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊന്നൂസാണ് മീൻ പൊരിച്ചതെന്ന്. അങ്ങനെ ഞങ്ങൾ ഇതോടുകൂടി ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിനുള്ളതൊക്കെ റെഡിയായി. പിന്നെ ഇനിയും കിടന്ന് കുറച്ച് റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ ലൈവ് ഇടും. അങ്ങനെ പിന്നെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. രാവിലെ കുട്ടികൾ അടിച്ചു വാരി തുടയ്ക്കുന്ന പണികളൊക്കെ അവർ ചെയ്യും, പക്ഷെ അടുപ്പും പാചകമൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എന്നാൽ മാത്രമേ എനിക്ക് എപ്പോഴും നീറ്റായിട്ട് കിടക്കണം കേട്ടോ. ഒരു പൊടിയോ ഒന്നും കാണുന്നത് എനിക്കിഷ്ടമില്ല. അങ്ങനെ പിന്നെ എല്ലാം നീറ്റാക്കി ഇട്ടു. പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായടിയിലും കുടിയും കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഹസ്ബൻഡ് വരുമ്പം ഫുഡ് കഴിക്കലും ഒക്കെയാണ്. അതോടുകൂടി ഒരു ദിവസത്തെ പരിപാടി കഴിയും. ഇതിനിടയ്ക്ക് ഭാഗത്തും ആരെങ്കിലും വന്നാൽ സംസാരിച്ചു, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഒരു ദിവസം. ഇൻഷാ അല്ലാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആരും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.